മൂന്നോ പേരോ ഉള്ളവർക്ക് വീട്ടിലൊക്കെ ആണെന്ന രീതി മുമ്പിടി പോരെ 2 നേരം നമുക്ക് സുഖമായിട്ട് കൂട്ടാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് ചോറിനൊക്കെ കൂട്ടാൻ തന്നെ നല്ലതാണ്. പുളിയും പയർ അതിൻ്റെ ഇടവഴി ഓരോ ഒടിയനും അത് ഞാൻ ചാഴിയായ കാരണം പറിച്ചതാണ് കേട്ടോ. ചാഴി വരുന്നുണ്ട്, ആയി വരുന്നേ ഉള്ളൂ. ഞാനിച്ചിരി മത്തി വെള്ളം ചീച്ച് അതിൻ്റെ മേലെ ഒഴിച്ചപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പയറൊക്കെ കിട്ടിയതാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഹായ് ഗോൾഡ് ദേശീയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പയർ പറിക്കുവാണേ. പയർ എങ്ങനെയാണ് നട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം പൂക്കളുടെ ആൾക്കാരാണല്ലോ. പൂക്കളെ നല്ലതായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് പച്ചക്കറിയേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മൾ പൂക്കളെ സ്നേഹിക്കും. അതിന് നമുക്ക് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇടവഴി പൂച്ചെടികളൊക്കെ വെക്കുന്നതിൻ്റെ ഇടവഴി ഓരോ ചട്ടിക്കകത്ത് 1-2 ചട്ടിക്കകത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കറികളുടെ പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടു വെക്കാം. അങ്ങനെ നട്ടതാണ് ഞാനിത്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന വളമൊക്കെ ഇവർക്കും കൊടുത്താൽ മതി. അവർക്ക് കൊടുക്കുന്ന വെള്ളം കുറച്ച് ഇവർക്കും കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൂക്കളുമായി പച്ചക്കറിയായി ഇഷ്ടംപോലെ. ഒന്നേ പച്ചക്കറിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ പൂക്കളെ സംരക്ഷിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ പച്ചക്കറീനെ അല്ല പൂക്കളെയാണ് സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോ ചെടി ഓരോ 1-2 ചട്ടി ഇലകളൊക്കെ ഇത് നടും. അടുപ്പിച്ചടുപ്പിച്ച് നടില്ല, അപ്പോൾ അതൊരു പച്ചക്കറി തോട്ടാകുമല്ലേ. അപ്പം അതിൻ്റെ ഇടവഴി പൂക്കളുടെ ഇടവഴി ഇങ്ങനെ ഞാൻ കുറച്ച് പയർ, കുറച്ച് ചീനി, തക്കാളി, വഴുതന ഇങ്ങനെയൊക്കെ നടും. എല്ലാ പച്ചക്കറികളും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, എന്നാലും ആവശ്യമുള്ളത് ഞങ്ങളിങ്ങനെ നടും. ആവശ്യം കുറച്ചെല്ലാം നമുക്ക് കിട്ടും. തക്കാളിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പയറുണ്ട്, തക്കാളിയുണ്ട്. അത് മറ്റു വിഷങ്ങളോ അല്ലെങ്കിൽ ഒന്നും ചേർക്കുന്ന അല്ലാതുണ്ട്. ചീനി നട്ടു. ചീനിക്ക് ആവശ്യമായ ചീനി പിന്നെ മുളക് അധികമൊന്നും വേണ്ടല്ലോ. 2-3 ഒരു വീട്ടിൽ 2-3 പേരൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോരം വേണം. അപ്പോൾ അത് വിഷമില്ലാത്തതും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്താൽ മതി. പിന്നെ വളമൊക്കെ ആണെങ്കിലും ഇപ്പം സർക്കാർ നമുക്ക് തരുന്നുണ്ടല്ലോ ചട്ടികൾ, അതിനകത്തിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ വളം ഒക്കെ ഇടാം. അപ്പോൾ അങ്ങനെ കറി വെക്കുന്നത് കൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. ഈ രാസവളങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട്. എൻ്റെ പൂന്തോട്ടത്തിനകത്താണ് ഞാൻ ഈ പച്ചക്കറികളൊക്കെ നട്ടത്. അതുകൊണ്ട് താമരയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പം ഒരു മഴ പെയ്തപ്പോഴത്തേനും ഇത് ചട്ടി നിറച്ചും പൂക്കളാണ്. കണ്ടിട്ടും മതിയാവുന്നില്ല എനിക്ക്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് പിന്നെ പേരയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇടാം. അതിൻ്റെ അരിയിലായിട്ട് ഞാൻ ഇത് കൂട്ട് നടും. പാവൽ, പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ. ഒത്തിരി ലോഡ് കണക്കിനൊന്നും നമുക്ക് ആവശ്യമില്ല, നമ്മളോട്ട് തിന്നുകയില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അപ്പം പേരയ്ക്കായുമായി പാവയ്ക്കായുമായി അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് ഇതാക്കി എടുക്കുക. നമ്മൾ കണ്ടോ, പേരയ്ക്ക ഇപ്പോൾ പഴുത്ത് നിൽക്കുക. ഇപ്പം കപ്പലങ്ങാപ്പഴമോ എന്തൊക്കെയോ സാധനങ്ങൾ പുറത്ത് കിട്ടാനുള്ളത് കൊണ്ട് പാവൽ വരുന്നില്ല. അത് കാരണം നമുക്കും കുറച്ചൊക്കെ തിന്നാൻ കിട്ടും. അങ്ങനെ ഞാനും ദിവസം 2-3 എണ്ണമൊക്കെ പറിച്ച് പേരയ്ക്ക നമുക്ക് ഷുഗറുള്ളവർക്കൊക്കെ കഴിക്കാമല്ലോ, ഇഷ്ടം പോലെ കഴിക്കാം. ഇതിനങ്ങനെ ആ മണമുള്ള പേരയ്ക്കായല്ല, മറ്റേ ഒരു കപ്പലമാങ്ങ പഴത്തിൻ്റെ മണമായിട്ടൊരു പേരയ്ക്കയുണ്ട്. ഇപ്പോൾ വീട്ടിനകത്ത് കയറത്തില്ലാത്ത, അതും അപ്പുറത്ത് നിൽപ്പുണ്ട്. പക്ഷെ അത് തിന്നാൻ ഇതിലും രുചിയാണ്. പക്ഷേ ഇതിനാ മണമില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ഞാനങ്ങനെ വെക്കും. ഇപ്പോൾ ഇത്രയും പിന്നെ പേരയ്ക്കായുണ്ട്, പയറുണ്ട്, പിന്നെ കരിയാപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്. ഈ പയറൊരു പ്രത്യേക സൈസിലുള്ള പയറാണ്. അതങ്ങ് പൊളിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വലിപ്പം കണ്ടോ. അത് കുറച്ച് നാൾ ഇച്ചിരി താമസമാണ്. 2-3 മാസം എടുക്കും അത് പയറാകാൻ വേണ്ടി. 2-2.5 മാസം എടുക്കും. അങ്ങോട്ടായി നീണ്ടതങ്ങ് കായ്ച്ചോളും. അങ്ങനത്തെ പയറാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് അത് കഴുകി വാരിയെടുത്ത് അതിനകത്ത് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു, പിന്നെ ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിട്ടു, പിന്നെ കരിയാപ്പില ഇട്ടു. പിന്നെ പച്ചമുളകും ഞാൻ അങ്ങോട്ട് അരിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് ഞാൻ കറി വയ്ക്കുക. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ, 1 കുത്ത് 2 കുത്ത് തേങ്ങ പീരയും കൂടെ ഇട്ടിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് മഞ്ഞപ്പൊടിയൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം ഒരു കാരണവശാലും ഇതിനകത്ത് ഞാനൊരു രാസവളം ചേർക്കുന്നില്ല. പിന്നെ എന്തിനാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത്? ഒരു കീടിനോ ഒരു സംഭവങ്ങളോ നമുക്കില്ല. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പും തേങ്ങയും
നോക്കിയിട്ട് ന്യായമായ വെള്ളം ഒഴിച്ചിളക്കി നമ്മൾ ഇതങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് എന്നാ രുചിയാണെന്നറിയാമോ ഈ പയർ കറിക്ക്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചത് വേവിച്ച് പറ്റിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് സൂപ്പർ. ഓക്കേ.